അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു ദിക്റിനെ പറ്റിയാണ്. ഒരുപാട് പേരുടെ പരാതിയാണ്. ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹു തആലയോട് ദുആ ചെയ്യുന്നുണ്ട്, ഒരുപാട് ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, നമസ്കാരങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നില്ല, ദുആ സ്വീകരിക്കുന്നില്ല. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ദുആ കേൾക്കുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ദുആയ്ക്ക് ഉത്തരമില്ല. നാം ഒന്നോർക്കുക, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് അവന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ മാത്രമാണ്. നമുക്ക് മാത്രം എന്താണ് ഈ പരീക്ഷണം എന്ന് ചിന്തിക്കാതെ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. അല്ലാഹു തആല നമുക്ക് ഇത്രയും നിഅമത്തുകൾ നൽകിയല്ലോ, അൽഹംദുലില്ലാ എന്നാദ്യം നമ്മൾ പറയുക. എത്ര വലിയ പ്രശ്നങ്ങൾ മാറാനും മനസ്സറിഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നിരന്തരം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരുണ്യവാനായ കരുണക്കടലായ റഹ്മാനാണ് അല്ലാഹു തആല. എന്തായാലും വൈകിയായാലും നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകും. ഉത്തരം നൽകിയില്ലെങ്കിൽ അതിലും മികച്ചത് എന്തോ അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇത്ര വലിയ പ്രശ്നങ്ങൾ മാറാനും നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, ഈ ദിക്ർ മനസ്സറിഞ്ഞ് എത്ര കണ്ട് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ അത്രമേൽ നിങ്ങളത് നിരന്തരം പതിവാക്കുക. മനസ്സറിഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് ഈ ദിക്ർ പറയാൻ നേർത്ത് മനസ്സിലൂടെയും ദിക്ർ കടന്നു പോവുക. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്രത്തോളം പറയാൻ പറ്റുമോ കഴിയുന്നതും അത്രത്തോളം തന്നെ ദിവസവും ആവർത്തിക്കുക. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർമയും ആദരവും ഉള്ളവൻ എന്നാണ്. അല്ലാഹു തആലയോട് ഈ ദിക്ർ, അല്ലാഹു തആല നിരന്തരം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്ത പടച്ചവനോട് ചോദിക്കുക. കുറഞ്ഞത് 1100 തവണയെങ്കിലും ഒരു ദിവസം മനസ്സറിഞ്ഞ് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ അധികരിപ്പിക്കുക. ഈ ദിക്റിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. രാജാധിരാജനായ മലികുൽ ജബ്ബാറായ സത്താറായ ജലീലായ ജബ്ബാറായ റഹ്മാനെ, പടച്ചവനെ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിപത്തുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോ കാണുന്ന പലരും രോഗികളാണ് റഹ്മാനെ. എല്ലാവരുടെയും രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിൽ നീ പ്രകാശം വർഷിക്കണേ തമ്പുരാനെ. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞാൻ പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ തമ്പുരാനെ, രോഗികൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഹലാലായ ഭക്ഷണത്തിൽ നീ ബറകത്ത് നൽകണേ അല്ലാ. വസ്ത്രത്തിൽ ബറകത്ത് നൽകണേ അല്ലാ. ഈമാനിൽ ബറകത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സിൽ ബറകത്ത് നൽകണേ അല്ലാ. നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ തമ്പുരാനെ, നാഥാ, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം നീ നമുക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പറയുന്നതിലോ ചെയ്യുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി പുറത്ത് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.